ആദ്യം തന്നെ ഈ ശില്പശാലയുടെ കൃത്യമായൊരു ഉദ്ദേശ്യം ഇന്നുച്ചയ്ക്ക് ശേഷം വിനോദ് സാറ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. സാറ് നമുക്ക് ഒരു ചോദ്യോത്തര വേളയിൽ വിശദീകരിച്ചു തന്നു. അതായത് ഭാരതീയ ഭാഷകളിൽ എല്ലാ ഭാഷകൾക്കും പൊതുവായ സാങ്കേതിക പദാവലി നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ്യമെന്ന് വാസ്തവത്തിൽ എനിക്ക് അപ്പോഴാണ് വ്യക്തമായത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിൻ്റെ സാഫല്യത്തെക്കുറിച്ച് ചില സന്ദേഹങ്ങളുണ്ട്. നേരത്തെ രവിശങ്കർ സാർ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ മാതിരി 1961 എഫേർട്ട് പറഞ്ഞു. ആ ശ്രമങ്ങൾ വിജയിക്കാതെ പോയതിനൊരു കാരണം ഈ പറഞ്ഞ എല്ലാ ഭാഷകൾക്കും ഏകീകൃത പദാവലി വേണമെന്നുള്ള ഒരു ഒരു നിർബന്ധമായിരുന്നു. ആ പദാവലികളൊന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഓരോ ഭാഷയുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഓരോ ഭാഷയുടെയും സാമൂഹിക ഭാഷാശാസ്ത്രം അത് വ്യത്യസ്തമാണ്. തമിഴിൻ്റേതല്ല മലയാളത്തിൻ്റേതെന്ന് സാറ് പറഞ്ഞു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തൊട്ട് മുമ്പ് അവതരിപ്പിച്ച അപ്പോൾ നിങ്ങൾ കേട്ട പദാവലിയാണ്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവനോപാധിയാണ്, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്, പ്രത്യേകിച്ചും സാധാരണക്കാരുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. അവിടെ വിവരവിനിമയം നടത്തുമ്പോൾ നമുക്കൊരിക്കലും നാട്ടുമൊഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. തണ്ടുതുരപ്പനെ തണ്ടുതുരപ്പനായിട്ടേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഏകീകൃത പദാവലി കൃഷിശാസ്ത്രം പോലെ ഈവൻ ഗണിതം പോലെയും ഉള്ള വിഷയങ്ങളിൽ സാധ്യമാകുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് അപ്പം ഞാൻ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരുന്നത് ഈ പദാവലി നിർമ്മാണത്തിന് ഉണ്ടാക്കാവുന്ന ഒരു ഏകീകൃത നയം അത് സാധ്യമാണ്. എല്ലാ ഭാരതീയ ഭാഷകളിലും സാങ്കേതിക പദാവലി രൂപീകരിക്കുമ്പോൾ പൊതുവായി സ്വീകരിക്കേണ്ട എന്നും പറയാൻ പറ്റില്ല, സ്വീകരിക്കാവുന്ന നയമെന്ത് എന്നുള്ള ആലോചനയ്ക്ക് സാങ്കത്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാങ്കേതിക പദാവലി എന്ന് ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും സാറ് പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന വിജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, വിജ്ഞാനത്തിൻ്റെ പ്രസരണത്തിന് വേണ്ടിയാണ്. മിക്കവാറും അതൊരു വിവർത്തന സന്ദർഭത്തിലാണ് നമ്മൾ ഇമാതിരി പദങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്, അല്ലേ? വിവർത്തന സന്ദർഭത്തിലാണ്. അപ്പം വിവർത്തന സന്ദർഭം ആവുമ്പോൾ തന്നെ ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനത്തിനുള്ള കോപ്പുകൾ, വിവർത്തനത്തിലുള്ള ഘടകങ്ങൾ സ്വീകരിക്കണമെന്ന് ചോദ്യമുണ്ട്. അത് ഇംഗ്ലീഷിൽ നിന്ന് വേണമോ? ചിലപ്പോൾ പദങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് സ്വീകരിക്കും. ഇപ്പോൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നുള്ള വിജ്ഞാനം പ്രസരിക്കുവാനുള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള വിജ്ഞാനം വിനിമയം ചെയ്യുവാനുള്ള, വിവർത്തനം ചെയ്യുവാനുള്ള സന്ദർഭത്തിലുള്ള സാങ്കേതിക പദാവലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് സ്വീകരിക്കേണ്ടി വരും, മറ്റ് വിദേശ ഭാഷകളിൽ നിന്ന് സ്വീകരിക്കേണ്ടി വരും, തമിഴോ സംസ്കൃതമോ ഹിന്ദിയോ ഒക്കെ പോലുള്ള ഇതര ഭാരതീയ ഭാഷകളിൽ ഉണ്ടായ വിജ്ഞാനം വിനിമയം ചെയ്യുമ്പോൾ നമുക്ക് പദങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങൾ, വ്യത്യസ്ത ഭാഷകളാണ്, വ്യത്യസ്ത ഭാഷാ സന്ദർഭങ്ങളാണ്. ഈ എല്ലാ സന്ദർഭങ്ങളിലും ഒരേ നയം പ്രാവർത്തികമാകുമോ? ഇതും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സാങ്കേതിക പദാവലി എന്ന് പറയുന്നത് വിവർത്തന സന്ദർഭത്തിലുള്ള പുതുപദ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്, നൂതന പദ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയില്ല, നിയോലോഗിസം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പുതുപദ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പം അതിൻ്റെ ഉറവിടത്തെ നമ്മൾ ഏതെല്ലാം ഉറവിടങ്ങളെ ആശ്രയിക്കണം? നമ്മുടെ മുമ്പിൽ മുഖ്യമായും 3 ഉറവിടങ്ങളാണുള്ളത്. ദ്രാവിഡമുണ്ട്, സംസ്കൃതമുണ്ട്, പിന്നെ വൈദേശിക ഭാഷ, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വൈദേശിക ഭാഷകളുണ്ട്. ഞാൻ ദ്രാവിഡം, മലയാളം എന്ന് പറയാതെ ദ്രാവിഡം എന്ന് ഉപയോഗിച്ചത് തനി മലയാള പദങ്ങൾ പറയുമ്പോൾ അത് തമിഴല്ലേ എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ടാണ് പൊതുവെ ദ്രാവിഡം എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ നമ്മൾ പദം സ്വീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രക്രിയ എന്ന് പറയുന്നത് പദമിശ്രണമാണ്. വിവർത്തനം, പദരൂപീകരണം, പുതുപദ സൃഷ്ടിപ്പ്, ഇതെല്ലാം
നമ്മുടെ സാമൂഹിക സന്ദർഭത്തിൽ പദമിശ്രണവുമായി കൂടി അല്ലെങ്കിൽ വേർഡ് മിക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ലാംഗ്വേജ് മിക്സിങ്, ഈ ഹൈബ്രിഡിറ്റി ഇതും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഷയുടെ പദമിശ്രണ സ്വഭാവം, പദമിശ്രണത്തിന് പരമ്പരാഗതമായി ചരിത്രപരമായി നമ്മൾ സ്വീകരിച്ചു പോന്ന നയം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ജോസഫ് സാറ് സംസാരിച്ച സമയത്ത് നമുക്കങ്ങനെ ഒരു നയമുണ്ടോ എന്നുള്ളൊരു സന്ദേഹം, ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. നമുക്കങ്ങനെ ഒരു നയമില്ലേ? നമുക്ക് ആദാനത്തിനും പദമിശ്രണത്തിനും പദസ്വീകരണത്തിനൊക്കെ ഒരു നയം ഉണ്ടായിരുന്നു എന്നാണ്. നയം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയതല്ല, സാമൂഹ്യ സന്ദർഭത്തിൽ നിന്ന് ഉണ്ടായതാണ്. മണിപ്രവാള പാരമ്പര്യം തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മണിപ്രവാളത്തെ പല മട്ടിൽ നമ്മൾ വിഭജിച്ചതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ തന്നെ ആരോ ലീലാതിലകത്തെ ആസ്പദമാക്കി ഗവേഷണം നടത്തേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ ഉത്തമ മണിപ്രവാളം എന്താണ്? ലീലാതിലകാരില്ലേ? ഉത്തമ മണിപ്രവാളം എന്താണ്? ഭാഷയ്ക്ക് പ്രാധാന്യമുള്ളതാണ് അല്ലേ? രസം എന്നുള്ള പാട്ട്, അതിൻ്റെ ഏസ്തറ്റിക് അല്ലെങ്കിൽ ലാവണ്യാനുഭൂതി എന്ന് പറയുന്ന ഭാഗം ഞാൻ വിടുന്നു. ഭാഷയിൽ ഊന്നി ചിന്തിക്കുമ്പോൾ ഉത്തമ മണിപ്രവാളം എന്ന് പറയുന്നത് ഭാഷയ്ക്ക് പ്രാധാന്യമുള്ള പദമിശ്രണമാണ് അല്ലേ? ഭാഷാ സംസ്കൃത യോഗമാണ്. അതായത് ദ്രാവിഡവും സംസ്കൃതത്തിൻ്റെയും ചേർന്ന് എങ്ങനെ പദം സൃഷ്ടിക്കാം, വാക്യം സൃഷ്ടിക്കാം, വ്യാകരണം രണ്ടിലേതും ഏതെല്ലാം എപ്രകാരം എത്ര തോതിൽ കലർത്താം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണല്ലോ മണിപ്രവാള ലക്ഷണഗ്രന്ഥം പിറവിയെടുക്കുന്നത്. ഈ മണിപ്രവാളം തന്നെ ആവശ്യമായത് എന്തുകൊണ്ടാണ്? സംസ്കൃത രചനകൾ വായിക്കാൻ ആളില്ലാതെ വന്നു. സൃഷ്ടി ഉപഭോക്താവ് വേണ്ടേ? ഉപഭോക്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്കൃതത്തിൽ നിന്ന് മാറി മലയാളം കൂടി കലർത്തി നമ്മൾ ഈ സർഗാത്മക സൃഷ്ടിപ്പ് നടത്തിയ ആളുകളുടെ സൗന്ദര്യാനുഭൂതി അല്ലെങ്കിൽ ലാവണ്യാനുഭൂതി പകരുവാനുള്ളൊരു മാധ്യമമായിട്ടാണ് മണിപ്രവാളം എന്നുള്ളൊരു മാധ്യമം നമ്മൾ അത് ഉണ്ടാക്കിയതല്ല, ഉണ്ടായി വന്നത്. ഇങ്ങനെ ഉണ്ടായി വന്നപ്പോൾ അതിലെ ആ കയോസ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യത വരുത്തുവാൻ വേണ്ടി ആവണം ലീലാതിലക ലക്ഷണം. ആ ലീലാതിലക ലക്ഷണത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉത്തമം അധമം രണ്ട് പോളുണ്ട്. ഇതിൽ ഉത്തമം എന്ന് പറയുന്നത് ഭാഷയ്ക്ക് പ്രാധാന്യമുള്ള മിശ്രണം തന്നെയാണ്. അതായത് ഇന്നത്തെ മലയാളത്തിലും ഇതേപോലെ സ്വാധീനമുണ്ട്, മിശ്രണ സ്വഭാവമുണ്ട് അല്ലേ? അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ എത്ര കണ്ട് മലയാളത്തിൽ സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാലും, നിങ്ങൾ മലബാറിലെ ഭാഷ പറയുകയാണെങ്കിൽ മനസ്സിൽ നെയ്യത്ത് വെച്ചാലും എങ്ങനെ ആയാലും അത് കുറേ ഇംഗ്ലീഷ് അതിൽ കടന്നു പോകും. കാരണം അത് ഇന്നത്തെ ഭാഷയുടെ, നമ്മുടെ മലയാളത്തിൻ്റെ സ്വഭാവമാണ്. മിശ്രണത്തിന് നല്ല വഴക്കൂറുള്ളൊരു ഭാഷയാണ് നമ്മളുടേതെന്നുള്ളത് മലയാളത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. അപ്പം പണ്ട് സംസ്കൃത മിശ്രണത്തിന് പകരം നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന മിശ്രണത്തിന് കൂടുതൽ ആശ്രയിക്കുന്ന എന്താണ്? ഇംഗ്ലീഷാണ്. നമ്മൾ യഥേഷ്ടം പദസ്വീകരണം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളം ഉണ്ടായത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷാശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തെല്ലാമോ തരത്തിലുള്ള ഒരു പിജിൻ ക്രയോൾ പ്രക്രിയയിലൂടെ മലയാളം കടന്നു പോയിട്ടുണ്ട് അല്ലേ? സംസ്കൃതം നേരത്തെ സാറ് പറഞ്ഞ പോലെ മലയാളമാണെന്ന് തോന്നിക്കുന്ന മട്ടിൽ, മലയാളമല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത മട്ടിൽ, ഞാനിപ്പോൾ സംസാരിച്ചത് തന്നെ 85% സംസ്കൃത പദങ്ങളായിരിക്കും. ആ മട്ടിലുള്ള പദങ്ങൾ രൂഢിയായി വ്യവസ്ഥാപിതമായി മാറിയതിൽ ഒരു പിജിൻ ക്രയോൾ പ്രവർത്തനം നടന്നിട്ടുണ്ട്. സമാനമായൊരു പ്രവർത്തനമാണ് സമകാലിക ഭാഷയിലും ഇംഗ്ലീഷിൻ്റെ ഒരു പിജിൻ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് ഞാനതൊരു ഹൈപ്പോത്തിസിസാണ്. അങ്ങനെ ഒരു സംഗതി നടക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ ഇന്നലെ ഒരു കുട്ടി ചോദിച്ചല്ലോ, നമ്മുടെ മലയാള സിനിമയിലെ സംഭാഷണങ്ങളിലും സിനിമയുടെ പേരിൽ പോലും ഭൂരിഭാഗം പേരും പലപ്പോഴും ഇംഗ്ലീഷിലാണ്. അപ്പോൾ പേരിൽ പോലും ഇംഗ്ലീഷിൻ്റെ കലർപ്പ് എന്ന് പറയുന്നത് അത് ബോധപൂർവം ഉണ്ടാവുന്നതാണോ? അതിങ്ങനെ ഉണ്ടായി വന്നു പോകുന്നതാണ്. കാരണം ഇംഗ്ലീഷുമായുള്ള സഹവാസം അത്രയും കൂടിയത് കൊണ്ട് വന്നു പോകുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ കലർപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിൻ്റെ കലർപ്പായാലും മറ്റു ഭാഷകളുടെ കലർപ്പായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ഭാഷ സാമൂഹ്യ ചുറ്റുപാടിനനുസരിച്ച് ഭാഷ ഇങ്ങനെ ഒഴുകുക ചെയ്യുക. ആ ഒഴുക്കിനെ ഭരണകൂടം മാത്രം നിശ്ചയിക്കുന്ന ഏതെങ്കിലും നയത്തിനനുസരിച്ച് നമുക്ക് തളച്ചിടുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏകീകൃത പദാവലി എന്ന് പറയുന്ന സാങ്കത്യം അത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അതുണ്ടായാൽ പോലും അതിനെയും ആ അടക്കെട്ടിനെയും പൊളിച്ചുകൊണ്ട് ഒഴുകാൻ മാത്രം ശക്തമാണ് ഏത് ഭാഷയും എന്നുള്ളത്
ഞാൻ സാമാന്യമായി പറയാണ്. അതുപോലെ ഇനി മലയാളം, ഇന്നത്തെ മലയാളം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളം എന്താണ്? അത് സരളമായ സംസ്കൃത പദങ്ങൾ കലർന്ന ദ്രാവിഡമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭാഷയുടെ ഒഴുക്ക് ആ മലയാളത്തിൻ്റെ കൂടെ സരളമായ സംസ്കൃത പദങ്ങൾ ചേർന്ന ദ്രാവിഡ സ്വഭാവത്തിലുള്ള ദ്രാവിഡ വ്യാകരണത്തിൽ ഒഴുകുന്ന അതിൻ്റെ കൂടെ നമ്മൾ ഇംഗ്ലീഷിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി സാങ്കേതിക പദങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പം പുതുപദ സൃഷ്ടിപ്പിന്, പുതു സാങ്കേതിക പദങ്ങളുടെ സൃഷ്ടിപ്പിന് നമ്മൾ എത്രത്തോളം സംസ്കൃതത്തെ ആശ്രയിക്കാം, എത്രത്തോളം ഇംഗ്ലീഷിനെ ആശ്രയിക്കാം, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു നയം എന്ന നിലയിൽ, നേരത്തെ പറഞ്ഞില്ലേ അതൊരു നയമായിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നയം എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അതിനൊരു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. അവിടെ ഞങ്ങൾക്കൊരു നാട്ടുഭാഷ ഉണ്ട് കേട്ടോ, ഞങ്ങളതിന് തർത്തീബ് എന്ന് പറയും. മലപ്പുറത്തൊക്കെ ഒക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചും അതിനൊരു തർത്തീബ് നിശ്ചയിക്കാനുണ്ട്, ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മുൻഗണന നൽകേണ്ടത് നേരത്തെ പോലെ ഉത്തമ നാട്ടുമൊഴിക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഇപ്പോൾ തണ്ടുതുരപ്പനായാലും ശരി, പിന്നെ ഒരുപാട് പദങ്ങൾ സാറ് പറഞ്ഞല്ലോ, ചാഴിയായാലും ശരി, എല്ലാം അത് നാട്ടുമൊഴിയാണ്, സംശയമില്ല. അപ്പം നാട്ടുമൊഴിക്ക് പ്രാധാന്യമുള്ള സാങ്കേതിക പദങ്ങൾ ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് സരളമായ സംസ്കൃത, രൂഢിയായ, വേരൂന്നിയ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സംസ്കൃത പദങ്ങളാണ്. രവിശങ്കർ സാർ പറഞ്ഞതുപോലെ അത് തന്നെ തൽഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, തത്സമം അതിനുശേഷം മതി. ഇങ്ങനെ ഒരു എനിക്ക് തോന്നിയത്. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും തൽഭവമുണ്ട്, തത്സമമുണ്ട്. നമ്മൾ ഇലാസ്തികത തൽഭവമായിട്ടാണ് ഉപയോഗിച്ചത്. നമ്മുടെ സ്വനവ്യവസ്ഥക്കനുസരിച്ച് ഉച്ചാരണ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്കൊരു വാക്ക് ഓർമ്മ, നിൻ്റെ വല്യമ്മ പറയുന്നൊരു വാക്കാണ്. അതിന് റേഷൻ കാർഡ് ഉണ്ടല്ലോ, റേഷൻ കാർഡിന് എൻ്റെ വല്യമ്മ മരിക്കണ വരെ പറഞ്ഞ വാക്ക് കൗപ്പേൻ എന്നായിരുന്നു, കൗപ്പേൻ. അപ്പോൾ ഞാൻ ഇത് എന്ത് പേനാന്നൊക്കെ ഞാൻ ചോദിക്കും, പക്ഷെ അന്നൊന്നും എനിക്ക് സംഗതി മനസ്സിലായില്ല. ഈ അടുത്ത കാലത്താണ് കൗപ്പേൻ എന്ന് പറയുന്നത് കൂപ്പണാണെന്ന് മനസ്സിലായത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ചിലപ്പം കാർഡിന് പകരം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂപ്പൺ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. കൂപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കൂപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. കൂപ്പൺ ആയിരിക്കും കൗപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉച്ചാരണത്തിനനുസരിച്ച് മാതിരി പദങ്ങളൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉച്ചാരണ ശുദ്ധിയൊന്നും കടമെടുക്കുന്ന വാക്കിൻ്റെ കാര്യത്തിൽ അത്ര കണ്ട് പാലിക്കണമെന്നുണ്ട് എന്ന് തോന്നില്ല. അവിടെയും സൗകര്യപ്രദമായ രീതി ഈ ഒരു മുൻഗണന ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ മുൻഗണന നിശ്ചയിക്കാതെ ഉണ്ടായുള്ള പ്രശ്നം നേരത്തെ സാറ് പറഞ്ഞതുപോലെ അർത്ഥ വ്യക്തത എന്ന് ഞാൻ പറഞ്ഞ അർത്ഥ കൃത്യത ചിലപ്പം ഇല്ലാതെ വരാം. വ്യക്തതയ്ക്ക് പകരം കൃത്യതയുള്ള വാക്കിനെ ഉപയോഗിക്കുകയാണ്. ആ ആക്യുറേറ്റ് ആയിട്ടുള്ള അർത്ഥം, കൃത്യമായ അർത്ഥം നമുക്ക് കിട്ടാതെ പോകും. ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു പർവ്വത വിഭാഗം, അഗ്നിപർവ്വത വിഭാഗത്തെക്കുറിച്ച് ഉള്ളൊരു ക്ലാസിഫിക്കേഷൻ, അതിൽ പറഞ്ഞ 3 പദങ്ങൾ നോക്കുക. ചേരുണ്ടല്ലോ അല്ലേ? സജീവമായവ, നിർജീവമായവ, സുഷുപ്തിയിലാണ്ടവ. അഗ്നിപർവ്വത വിഭാഗമാണ്. ഈ സുഷുപ്തി 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് കിട്ടുമോ? നമുക്ക് പരിചിതപദമാണോ? അതൊരു പകരം നമുക്ക് ഉറക്കമുണ്ട്. ഇനി സംസ്കൃതം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിദ്രയുണ്ട്, ഗാഠനിദ്രയുണ്ട്, ആണ്ടുറങ്ങാം, അല്ലേ അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഈ മട്ടിലുള്ള പദങ്ങൾ സാധ്യമായിരിക്കെ നമ്മൾ ഏകീകരണത്തിൻ്റെ ഭാഗമായി സുഷുപ്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വീകാര്യത എത്രത്തോളം ലഭിക്കും? കുട്ടി സ്കൂളിൽ മാത്രം പഠിക്കും, അത് കഴിഞ്ഞാൽ അത് വിടും. അതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ ഇന്നലെ ഒരു ഇൻക്ലൂസീവിൻ്റെ ചർച്ച വന്നു. ഈ ഇൻക്ലൂസീവിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നൊരു പദം നിർദ്ദേശിച്ചു ആരോ, സമാവേശി എന്ന് പറഞ്ഞിട്ടൊരു. ഈ സമാവേശി നമുക്ക് ഡസ് ഇറ്റ് മേക്ക് സെൻസ്? നമുക്കത് അതിനെന്തെങ്കിലും അർത്ഥം കിട്ടുന്നുണ്ടോ? നമുക്കത് ഉൾച്ചേർക്കലോ ഉൾക്കൊള്ളലോ ആണ്. ഉൾക്കൊള്ളലും ഉൾച്ചേർക്കലിലും സെമാൻറ്റിക്കായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഉൾക്കൊള്ളൽ പറഞ്ഞ ഒരു വോളണ്ടറി പ്രക്രിയയാണ്. ഉൾച്ചേർക്കൽ അതിനൊരു പരപ്രേരണ ഉണ്ടെന്നാണ്, നമുക്ക് അതിന് സെൻസ് കിട്ടുമല്ലോ, പരപ്രേരണ ഉണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ സന്ദർഭത്തിൽ ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉൾച്ചേർപ്പാണ് കുറച്ചുകൂടി നല്ല, ഉൾച്ചേർക്കുന്ന വികസനം എന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉൾച്ചേർക്കൽ, ഉൾച്ചേർപ്പ്, നേരത്തെ സാറ് പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട ആ സന്ദർഭങ്ങളിലെല്ലാം നമുക്കൊരു പദനിസ്പത്തി സാധ്യമാണെന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിനും തനതായ, സംസ്കൃതത്തിന് വളരെ സമ്പന്നമാണ്. ആ സമ്പന്നത അത്രയ്ക്കൊന്നും ചിലപ്പോൾ നമ്മൾ എത്തിക്കൊള്ളണമെന്നില്ല. സംസ്കൃതത്തിലെ ഉപസർഗങ്ങൾ ഒരുപാട്
പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള, ഉൽപാദനക്ഷമത, അർത്ഥോൽപാദനക്ഷമത, പദോൽപാദനക്ഷമത അത്യധികമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം, സംശയമൊന്നുമില്ല. അതേസമയം മലയാളത്തിനും തനതായ ചില പദനിർമ്മിതി രീതികളുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ തദ്ധിത രൂപങ്ങളെ പലപ്പോഴും സാങ്കേതിക പദാവലി നിർമ്മാണത്തിൽ വേണ്ടത്ര ചൂഷണം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇപ്പോൾ ചേർക്കൽ, ചേർപ്പ്, ഇങ്ങനെയൊക്കെ സാധ്യതയാണ്. ഉൾച്ചേർ. ഇനി അതുപോലെ തന്നെ ഈ സമസ്ത പദങ്ങൾ തന്നെ വേണമെന്നുള്ള ശാഠ്യം ചിലപ്പോഴെങ്കിലും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. തമിഴുകാരത് ഒഴിവാക്കി. നേരത്തെ എന്തോ ഒരു വെച്ചിട്ട് എന്തോ ഒരു വാക്ക് പറയും. അപ്പം നമ്മൾ ഓടും കുതിര, ചാടും കുതിര, നിൽക്കും കുതിര, ഇതൊക്കെ നമുക്ക് പ്രയോഗമുള്ളതാണ് അല്ലേ. ഓടുന്ന എന്നർത്ഥത്തിൽ പേരച്ച രൂപത്തിന് ഒന്ന എന്നതിന് പകരം നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ഉൾച്ചേർക്കും വികസനം, അതൊരു സാധ്യതയാണ്. ഉൾച്ചേർക്കും വികസനം, ചേർത്ത് നമുക്ക് ഉൾച്ചേർക്കും വികസനം, ഉൾച്ചേർപ്പ് വികസനം ഏത് വേണം നമുക്ക് ആലോചിക്കാം. ഉൾച്ചേർക്കും വിദ്യാഭ്യാസം, ഉൾച്ചേർപ്പ് നയം, ഉൾച്ചേർക്കും നയം, ഉൾച്ചേർപ്പ് പഠന പരിസരം. ഇങ്ങനെ ചില തനത് പദങ്ങളുടെ കാര്യത്തിൽ ഇമാതിരി രൂപസിദ്ധി സാധ്യമാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു നയമെന്ന നിലയിൽ ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു മുൻഗണനാക്രമം പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പ്രാദേശിക ഭാഷാ പദങ്ങൾക്ക് തന്നെ നമ്മുടെ ഈ സുഗമമായ ഗ്രാഹ്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആശയവിനിമയമാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ അറിവിൻ്റെ പ്രസരണമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ ആദ്യം മുൻഗണന നൽകേണ്ടത് പ്രാദേശിക ഭാഷാ പദങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ അതൊരിക്കലും ഒരു ശുദ്ധിവാദത്തിലേക്കൊന്നും പോകാനും പാടില്ല. അതുപോലെ രണ്ടാമത് പ്രാദേശിക പദനിർമ്മാണ സങ്കേതം. എല്ലാ ഭാഷകളും, ഇപ്പോൾ തമിഴിലായാലും ഒറിയയിലായാലും കന്നഡയിലായാലും പദനിർമ്മാണത്തിന് അവരുടേതായ സങ്കേതമുണ്ട്. സംസ്കൃതത്തിനുള്ളതുപോലെ തന്നെയുള്ള, അത്ര സമ്പന്നമല്ലെങ്കിൽ കൂടി അതുപോലെയുള്ള പദനിർമ്മാണ സങ്കേതം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പേത്ത്, നം എന്നൊക്കെ പറഞ്ഞ് ചേർത്തിട്ടുള്ള പദനിർമ്മാണ കൃത്തദ്ധിത രൂപങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ആ തനത് പദനിർമ്മാണ സങ്കേതത്തെയാണ് രണ്ടാമത് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇപ്പോൾ പ്രാദേശിക ഭാഷാ പദങ്ങൾക്ക് ആദ്യ പരിഗണന നൽകാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ SCERT ചില വർക്ക്ഷോപ്പിൽ, ഞാൻ പെട്ടെന്ന് നിർത്തട്ടോ, വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ജിയോളജിയുടെ ഒരു വർക്ക്ഷോപ്പ് പങ്കെടുത്ത സമയത്ത് പിന്നെ ബറോ എന്നറിയുന്ന ഈ ഒരു വാക്കിന് അവർ ഇട്ട ഒരു വാക്ക് വിവരമായി. അപ്പം ഞാൻ അവിടെ കണ്ട പ്രവണത എന്താ വെച്ചാൽ, ചില എക്സ്പേർട്സ് ഉണ്ട്, അവർ നേരെ വന്ന് ഇംഗ്ലീഷ് വാക്കാണെങ്കിൽ മലയാളം പെട്ടെന്ന് ആലോചിച്ച് കിട്ടില്ലെങ്കിൽ സൗകര്യപൂർവ്വം അവർ ജസ്റ്റ് ഹിന്ദി ടേം നോക്കും. ഹിന്ദി ടേം വിവരമാണെങ്കിൽ അവർ വിവരം എഴുതും. ബറോക്ക് വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം പിന്നെ ഞാൻ ജിയോളജിൻ്റെ എക്സ്പേർട്സിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ബറോണ്ട് ഉദ്ദേശിച്ചത്, അതിൻ്റെ പ്രക്രിയ എന്താ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ മഴ അങ്ങനെ മതിൽമ കൂടിയൊക്കെ ഒഴുകി വരുമ്പം ഈ മതിലിൽ ചില ദുർബലമായ ഭാഗം ഉണ്ടാവും, അവിടെ അങ്ങനെ വെള്ളം കെട്ടി ഇന്ന് മെല്ലെ 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 അങ്ങനെ ഓട്ട പോലെ ഉണ്ടാവും. അപ്പം നമുക്കതിന് വാക്കില്ലേ, പൊത്തുണ്ട്, പോടുണ്ട്, ചിലയിടത്ത് മടണ്ട്, പല മറ്റുള്ള വാക്ക്, ഇങ്ങനത്തെ വാക്ക് ഉണ്ടായിരിക്കും നമ്മൾ വിവരത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ സ്പ്ലിറ്റിന് ഇവർ ഉപയോഗിച്ചൊരു വാക്ക് വിദളനം എന്നാണ്. ഇപ്പോഴും അത് അവരുടെ ടേമിലുണ്ട്. ഡിക്ഷണറി ഞാൻ നെറ്റ് നോക്കി, വിദളനം, പിളർപ്പ് മതി, ചിലപ്പോൾ പിളർപ്പ് നിൽക്കും ചില കോണ്ടക്സ്റ്റിൽ. അതുപോലെ വേറൊന്നും എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞാൻ നിർത്തട്ടോ, ഞാൻ അധികം സംസാരിക്കുന്നില്ല. വേറെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ PRDൻ്റെ ജനപഥം ഉണ്ടല്ലോ, ജനപഥത്തിൽ പിന്നെ ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് PRDയിൽ കൊടുക്കേണ്ട ഒരു ലേഖനം ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ആ സമയത്താണ് 2016 ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ഭാരത സർക്കാരിൻ്റെ സ്വച്ഛതാ മിഷൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ലേഖനത്തിൽ ഉപയോഗിച്ചൊരു പദം എനിക്ക് ഭയങ്കര ആശ്ചര്യം ഉണ്ടാക്കി. വിവിക്ത മലത്യാഗമുക്തം, വിവിക്ത മലത്യാഗമുക്ത പദ്ധതി എന്നുള്ളൊരു പദം കണ്ടു. അപ്പം ഞാൻ ആകെ അന്താളിച്ചു പോയി. അത് തീർച്ചയായും അധമമായ മണിപ്രവാളമാണ്. അപ്പോൾ അതിന് പകരം ഞാൻ അവിടെ ഉപയോഗിച്ചു വെളിയിട വിസർജനമുക്തം, വെളിയിട വിസർജനമുക്തം. പിന്നീട് അത് എനിക്കറിയില്ല, പിന്നീട് പത്രങ്ങളിലൊക്കെ അത് വന്നു, എല്ലാ പത്രങ്ങളിലും പിന്നീട് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞവരെ എല്ലാവരും അത് വെളിയിട വിസർജനമുക്തം എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. വെളിമ്പറമ്പ് നമ്മൾ വെളിക്കിരിക്കലായിരുന്നു പണ്ട്, വെളിപ്രദേശം. പക്ഷെ പറഞ്ഞാലും മതി, എന്നാലും കുറച്ചും കൂടെ അല്ലേ, വെളി വിസർജനം എന്ന് പറഞ്ഞാലും മതി, ശരിക്കും കുറച്ചും കൂടെ സിമ്പിളായി മാറും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇവിടെയാണ് നമ്മൾ ആ നയം പിന്തുടരേണ്ടത്. നമ്മുടെ ചരിത്രത്തിൽ നിന്നുള്ള ആ നയം, ഉത്തമം ഏത് അധമം ഏത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടത് അതിൻ്റെ ആവശ്യമാണ്. അതുപോലെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞില്ലേ, തനത് സങ്കേതങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ സമസ്ത പദശാഠ്യം കുറച്ചൊക്കെ ഒഴിവാക്കാം, ഉരുകുനില. അതുപോലെ ഇപ്പോൾ നമ്മൾ ആട്ടിൻകൂട്, നമുക്ക് ആട്ടുകൂടാണോ ആട്ടിൻകൂട് അല്ലല്ലോ, തേക്കുകാട് എന്നതിനേക്കാൾ നമ്മൾ തേക്കിൻകാടാണ് പറയാം. തേക്കിൻകാട്, തേക്കിൻ്റെ കാട്. അപ്പം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, പ്രത്യയമില്ലേ, വിഭക്തി പ്രത്യയം ഉണ്ട്. അത് സമാസമാണോ എന്ന് ചോദിച്ചാൽ വിഭക്തി പ്രത്യയം ഉള്ളത് കൊണ്ട് സമാസമായിട്ട് പറയാൻ പറ്റുമോ? കോമ്പൗണ്ടിങ് തന്നെയാണ് എന്നാലും. ഓക്കെ, അപ്പം ഇന്ന് ഇതുപോലുള്ള ഇതൊക്കെ ചേർത്തുകൊണ്ട്, ഇത് നമ്മുടെ ഭാഷയുടെ ശീലമാണ്, മനസ്സിലായല്ലേ? അപ്പം ആട്ടിൻകൂടും തേക്കിൻകാടും പോത്തിൻ ദ്രാവകം ഞാൻ കാണാറുണ്ട്. പോത്തിൻ ദ്രാവകം വിൽക്കപ്പെടും, പോത്തിൻ്റെ സൂപ്പ്. സൂപ്പ് തന്നെയാണോ അത് എനിക്കറിയില്ല, എന്തോ ഒരു സാധനം തോന്നുന്നു വലിയ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇത് നമ്മുടെ ഭാഷാ സ്വഭാവമായതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഒരു മാത്ര അധികമായി പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല. നേരത്തെ പറഞ്ഞ ഇതാണ് ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം, ഞാൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എപ്പോഴും സുഗമമായ വിനിമയം തന്നെയാണ്, ഗ്രാഹ്യത തന്നെയാണ്. അതുപോലെ പല പല സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് വിചിത്രമായി തോന്നും. പല ഹെട്രോജിനിറ്റി ഉള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പലതും ഉപയോഗിക്കാം, ചിലർ ഉപയോഗിക്കാറുണ്ട്. തലമ സാധ്യത ഉണ്ടോ, പ്രയോഗ സാധ്യത ഉണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അതുപോലെ മാത്തം, അൽ, നേരത്തെ തണ്ടുതുരപ്പൻ്റെ തുരപ്പൻ പറഞ്ഞല്ലേ, തുരപ്പൻ, അൻ, ഇതൊക്കെ കൃത്യതകൾ വരുന്ന ഈ സാധ്യത എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ രസകരമായി തോന്നിയത്. ഇന്നലെ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ആളെന്നോട് വളരെ തമാശയിലൊരു വാക്കുണ്ടാക്കി പറഞ്ഞു, എടോ അതൊരു 8 മുക്കാലിത്തം എന്ന് പറയും. നിങ്ങൾ വേറെ ഒന്ന് പൊളിറ്റിക്കലി അത് എടുക്കരുതേ. 8 വേണ്ടിയുള്ള സ്തുതിപാഠമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെ പൊലിപ്പിച്ചും അതുമാതിരി തന്നെ അതിനെ യൂളജൈസ് ചെയ്ത് പ്രകീർത്തിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ എടോ അവരൊക്കെ ഒരു 8 വേണ്ടി ചെയ്യുന്നൊരു സാധനം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചത് എന്താണ്, തം എന്ന് പറയുന്നൊരു സാധനം പ്രത്യേകം ഉപയോഗിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുക ചെയ്യുന്നത്. നമ്മുടെ നവമാധ്യമങ്ങളിലെ ഭാഷയിൽ ഈ മട്ടിലുള്ള രസകരമായ ഒരുപാട് പദസൃഷ്ടിപ്പുണ്ട്. ഈ പദസൃഷ്ടിപ്പ് നമ്മുടെ വ്യാകരണവുമായി കുറേയൊക്കെ ചേർന്ന് പോകുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു സാധനം. പിന്നെ നോക്കുക, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ എറേസറിന് മായ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, പറഞ്ഞിരുന്ന സാധനം മായ്പേടോ എൻ്റെ മായ്പൊന്ന് തരുമോ, ശരിയല്ലേ? മായ്പ് ചേർത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നു. അതുപോലെ ഞെക്കിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഇൻഡക്ഷൻ കുക്ക്, ആ സാധനത്തിന് നമ്മൾ കറണ്ട് അടുപ്പ് തന്നെ എപ്പോഴും പറയാം. എൻ്റെ ഉമ്മക്ക് എപ്പോഴും, എൻ്റെ ഭാര്യയും കറണ്ട് അടുപ്പ് തന്നെ പറയാം. അപ്പം ഇതുപോലെ പദനിർമ്മാണ സാധ്യതകൾ നമുക്കുണ്ട്, അത് നോക്കുക. അതുപോലെ ഉപകരണനാമങ്ങളുടെ, അതായത് പാക്ക് വെട്ടുന്നത്, പാക്ക് വെട്ടി, നിലം തല്ലുന്നത്, നിലം തല്ലി, പിന്നെ ഉന്തിക്കൊണ്ടുപോകുന്ന വണ്ടി, ഉന്തുവണ്ടി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഒരു പഞ്ഞമില്ല, ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ മലയാളവും പദരൂപീകരണ ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് സാധാരണ ജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന സാങ്കേതിക വിദ്യയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മലയാള പദം ഉണ്ടാകും. സാധാരണക്കാരിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആകാശത്തുള്ളൊരു സാധനമാണെങ്കിൽ മാത്രമേ അതിന് ചിലപ്പം പദങ്ങൾ രൂപീകരിക്കാതിരിക്കുകയുള്ളൂ, പദം ഉണ്ടാക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ. മറ്റത് പദം വരും, അതിനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. അതുപോലെ മൂന്നാമത്തൊരു മുൻഗണനാക്രമം ഞാൻ ഇപ്പം നിർത്തട്ടോ, സരള സംസ്കൃത ധാതുക്കളെ അടിസ്ഥാനമാക്കാം അല്ലേ, പ്രാദേശിക നേരത്തെ പറഞ്ഞ സുഷുപ്തി ഒഴിവാക്കിയിട്ട്. അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് നേരത്തെ ആരോ പറഞ്ഞു ക്ലാസിക്കൽ, നേരത്തെ ദേവി ടീച്ചറാണ് ക്ലാസികം, കോഡിഫൈഡ്, കോഡിതം. ഞാൻ സാറിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയുള്ള മനോഹരമായ ചില പ്രയോഗങ്ങൾ കണ്ടിട്ടുണ്ട്, രവിശങ്കർ സാറിൻ്റെ. ഈ ടൈപ്പിലുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അതൊരു ഭാഷാ പ്രക്രിയ തന്നെയാണ്. ഇപ്പോൾ ലാളിത്യം, പ്രയോജനം, കൃത്യത എന്നിവ ഉറപ്പുവരുത്തി ഈ മട്ടിൽ ഇംഗ്ലീഷ് പദങ്ങളെപ്പോലും ഇലാസ്തികത ഉണ്ടാക്കി സ്വീകരിച്ചതുപോലെ നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ അതേസമയം ചിലതിനൊന്നും നമുക്ക് അന്താരാഷ്ട്ര പദങ്ങൾക്ക് നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡിന് എന്തൊരു പദം പറഞ്ഞു, അതൊക്കെ എൻ്റെ ആവശ്യമുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയൊക്കെ പേര്, അളവ് തൂക്കങ്ങൾ, ഈ കലോറി, ആംബിയർ, ഇതിനൊന്നും നമ്മളാരും മലയാളം കണ്ടെത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. അതുപോലെ നമ്മുടെ മാത്സിലുള്ള സിഗ്മ, അതിനെന്തിനു മലയാളം? അതുപോലെ പൈ, അതുപോലെ ശൂന്യഗണത്തിൻ്റെ ഫൈ അല്ലേ. നേരത്തെ ഈ ഗണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല തമാശ തോന്നി. ഇപ്പോൾ ചേരാബന്ധം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചേരാത്ത ബന്ധം
പിന്നെ കണ്ടിന്യൂ ചെയ്യാത്ത തീരെ ചേരാബന്ധം, ഇതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ഈ എപ്പോഴും ഏകീകരണത്തിന് വേണ്ടി മാത്രം നമ്മൾ കൃത്യമായി പദം ഉണ്ടാക്കുന്നതിന് പകരം ഗ്രാഹ്യതയിൽ ഊന്നിക്കൊണ്ട് പദം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തീപ്പെട്ടി, ഏത് ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ലോകവീക്ഷണമുണ്ട്. ഒരു കാര്യത്തെ കാണുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അത് വടക്കർ കാണുന്ന രീതി അല്പം വ്യത്യാസം ഉണ്ടാവും, നടുവുള്ളവർ കാണുന്ന വ്യത്യാസം ഉണ്ടാവും, ഓരോ ഗ്രാമത്തിലുള്ള ആളുകൾ കാണുന്നതിൽ വ്യത്യാസം. അതുകൊണ്ടാണ് ഒരേ പദത്തിന് തന്നെ വ്യത്യസ്ത വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. തീവണ്ടി, അപ്പോൾ മലയാളത്തിനും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും, നോക്കിക്കാണുന്ന ഒരു വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ നമുക്ക് പദസൃഷ്ടിപ്പിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ ഇപ്പം നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ എഴുതുമ്പം ഇംഗ്ലീഷ് പദങ്ങൾ ധാരാളം നമുക്ക് സ്വീകരിക്കാം. തത്വദീക്ഷയില്ലാതെ സ്വീകരിക്കണം എന്നല്ല പറയുന്നത്. കഠിന സംസ്കൃത പദങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇംഗ്ലീഷിനെ മുൻഗണന നൽകാം. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ മാനകമായ ഉച്ചാരണം അതേപടി മലയാള ലിപിയിൽ പ്രതിഫലിക്കുക പ്രയാസമാണെങ്കിലും ഏറെക്കുറെ അതിനോട് അടുത്തു നിൽക്കുന്ന ഉച്ചാരണത്തോടടുത്ത് നിൽക്കുന്ന ലിപി വിന്യാസം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനിമയം കുറച്ചുകൂടെ സുഗമമാവും. ഇതേ കുട്ടികളെ ഉദ്ദേശിച്ചാണെങ്കിൽ കുട്ടികളും നമ്മളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേറെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു വ്യക്തത കിട്ടും. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, ഞാൻ കൂടുതലൊന്നും പറയുന്നൊരു സമയം ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.